കാര്യവിചാരം 89 വാത്സല്യം. സ്നേഹത്തിന് പല ഭാവങ്ങളുണ്ട്. സ്നേഹം, പ്രേമം, ഇഷ്ടം, കാമം, വാത്സല്യം എന്നിങ്ങനെ ഓരോന്നിനും ഓരോ അർത്ഥമാണ്. സ്നേഹമെന്ന വാക്കിന് അതിവിശാലമായ അർത്ഥമാണുള്ളത്. നാം നമ്മുടെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ സ്നേഹിക്കുന്നുണ്ട്. മനുഷ്യ സ്വഭാവത്തിലുള്ള ഏറ്റവും വിശിഷ്ടമായ വികാരമാണ് സ്നേഹം. സ്നേഹത്തിൻ്റെ ഒരു തീവ്രമായ അവസ്ഥയാണ് പ്രേമം. ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും കാമുകി കാമുകന്മാർ തമ്മിലും ഉള്ള വികാരമാണിത്. അത് കൂടാതെ കവിഭാവനയുള്ളവർ ഭൂമിയിലുള്ള ഏതിനെയും എന്തിനേയും സ്നേഹിക്കും. പൂക്കൾ, ചിത്രശലഭങ്ങൾ, നിറമുള്ള വസ്തുക്കൾ, കാട്, പുഴ എന്നിങ്ങനെ. ഇഷ്ടം എന്നത് സ്നേഹത്തിൻ്റെ മറ്റൊരു ഭാവമാണ്. ഇഷ്ടം പൊതുവെ ഉപരിപ്ലവമാണെന്ന് പറയാം. ഇതിന് പൊതുവെ ആയുസ് കുറവാണ്. ഇനി വാത്സല്യം. കുഞ്ഞരുവികളിൽ നിന്ന് താഴേക്ക് കിനിയുന്ന ശുദ്ധജലമാണത്. ഗിരിശിഖരങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് താഴെ സമതലത്തിലെത്തുന്നത് വരെ അത് നിർമ്മലമാണ്. വാത്സല്യം ഏറ്റവും പരിശുദ്ധമായ സ്നേഹഭാവമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതിന് പ്രതിഫലേച്ഛയില്ല. മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന സ്നേഹമാണത്. അത് നിർവ്യാജമാണ്, സത്യസന്ധമാണ്, ശ്രേഷ്ഠമാണ്, പരിശുദ്ധമാണ്, പ്രതിഫലേച്ഛയില്ലാത്തതാണ്. മനുഷ്യ മനസ്സിൽ സാത്വിക ഭാവം വളരണമെങ്കിൽ ശൈശവം മുതൽ കുഞ്ഞുങ്ങളിലേക്ക് സാത്വിക മാതാപിതാക്കളിൽ നിന്ന് വാത്സല്യ തേനരുവി നിർബാധം ഒഴുകണം. കുട്ടികളുടെ ബൗദ്ധികവും മാനസികവുമായ വളർച്ചാ വികാസങ്ങൾക്ക് അച്ഛനമ്മമാരുടെ വാത്സല്യം അതിപ്രധാനമാണ്, അത്യാവശ്യമാണ്. എന്നാൽ ഒരു കാര്യം മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. വാത്സല്യം നിർവ്യാജമായിരിക്കണം. അത് അമിതലാളനയാകരുത്. കാരണം വാത്സല്യം എന്ന വികാരം നിർവ്യാജമാണെങ്കിലും അത് അതിരുകടന്ന് അമിതലാളനയായാൽ ദോഷം ചെയ്യും. ഇക്കാര്യം മഹാന്മാരെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളതാണ്. വാത്സല്യം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കർത്തവ്യബോധം ഉള്ള മാതാപിതാക്കൾക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. എങ്കിലും ചില കാര്യങ്ങൾ പറയാം. നോട്ടത്തിലും ഭാവപ്രകടനത്തിലും സംസാരത്തിലുമൊക്കെ വാത്സല്യം കലർത്താൻ കഴിയും. പ്രകൃതിയാണ് ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുന്നത്. ചുംബനത്തിലും ആലിംഗനത്തിലുമൊക്കെയുണ്ട് വാത്സല്യം. മനുഷ്യർ മാത്രമല്ല വാത്സല്യം പ്രകടിപ്പിക്കുന്നത്. ഹിംസ്രമൃഗങ്ങളിൽ പോലും ഈ വികാരം കാണാൻ കഴിയും. സിംഹവും പുലിയും കടുവായും കരടിയും കുരങ്ങനുമൊക്കെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വാത്സല്യത്തോടെ നോക്കുകയും പരിപാലിക്കുകയും അടക്കിച്ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് നാം കാണാറുണ്ട്. വളർത്തുമൃഗങ്ങളായ ശ്വാനനും പൂച്ചയുമൊക്കെ അവയുടെ കുഞ്ഞുങ്ങളെ വാത്സല്യത്തോടെ പരിപാലിക്കുന്നത് കാണാം. തള്ളക്കോഴി പിഞ്ചു കുഞ്ഞുങ്ങളെ ചിറകിനകത്ത് അടക്കിപ്പിടിക്കുന്നത് കാണാറില്ലേ? ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാനും ചൂട് കൊടുക്കാനുമൊക്കെയാണിത് ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്, പ്രകൃതിയുടെ ലീലാവിലാസങ്ങളാണ് ഇവയൊക്കെ എന്ന്. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും മുൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഫ്രോണ്ടൽ ലോബാണ് വികാരങ്ങളുടെ ഉത്ഭവവും നിയന്ത്രണവും നടപ്പാക്കുന്നത്. ആ ഭാഗത്തിന് കേടുപറ്റിയാൽ പ്രശ്നമാകും. അത് പലതരം മാനസിക വൈകല്യങ്ങൾക്ക് വഴിതെളിച്ചേക്കാം.